ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിലുമായി 10 കോടി ആളുകളാണ് മരിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് നടന്ന യുദ്ധങ്ങളിൽ ഇരുപക്ഷത്തുമായി ആകെ മരിച്ചത് 1300 ആളുകൾക്കിടയിലാണ് എന്ന് പറയുമ്പോൾ ഇസ്ലാം യുദ്ധക്കൊതിയുണ്ടോ എന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ മക്ക മുസ്ലിമീങ്ങൾക്ക് വിജയിച്ചടക്കിയ വേളയിൽ ആരുടെ തലയും കൊയ്യാമായിരുന്നു. ഇദ്ഹബു അൻതുമുത്തുലഖ, പോയിക്കൊള്ളുക, നിങ്ങൾ സ്വതന്ത്രരാണ് എന്ന് പറഞ്ഞത് ഈ യുദ്ധക്കൊതിയനാണ് എന്ന് പറഞ്ഞ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സുമാമത്ത് ബിൻ ഉസാൽ നബിയെ കൊല്ലാൻ വേണ്ടി നജ്ദിൽ നിന്ന് വന്നു മദീനയിൽ പിടിക്കപ്പെട്ടപ്പോൾ നബി പറഞ്ഞു, നിങ്ങൾ മുസ്ലിം ആകണേ, മുസ്ലിം ആകതേ പറഞ്ഞു, ഞാൻ തയ്യാറല്ല. 3 ദിവസം അങ്ങനെ പറഞ്ഞിട്ടും ശരി എങ്കിൽ നിങ്ങൾ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകനെ മനസ്സിലാക്കിയ അദ്ദേഹം പിന്നീട് മുസ്ലിമാകുകയും ചെയ്യുന്നത്. എത്രയോ സന്ദർഭങ്ങൾ ഇസ്ലാം അങ്ങനെ ഒരു യുദ്ധക്കൊതി ആഗ്രഹിക്കുന്നേ ഇല്ല. അതേപോലെ തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് അവിടുത്തെ ആളുകൾ, ക്രിസ്ത്യാനികളായ ആളുകൾ വരെ, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വരുമെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു സ്വീകരിക്കുകയാണ്. ഇവിടെ ചോദ്യം, ഇങ്ങനെ ചില ആളുകളൊക്കെ പൊട്ടിത്തെറിക്കുന്നു, അത് ഇന്ത്യയോട് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞ കാരണത്താലാണ്. ഇമാം അഹ്മദ് ധരിക്കുന്ന ഹദീസിൽ ഇസാബത്താനി മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട 2 വിഭാഗം ആളുകൾ അവർ നരകത്തിൽ നിന്ന് മോചിതരാണ് എന്ന് പറഞ്ഞു. അതിൽ ഒന്ന് ഇസാബത്തുൻ യഗ്സുൽ ഹിന്ദ്, ഇന്ത്യയുമായി ഹിന്ദുമായി യുദ്ധം ചെയ്യുന്ന ജനത. മറ്റൊന്ന് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ അവസാന കാലത്ത് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകുന്ന ആളുകൾ അവർ നരകമുക്തരാണ് എന്ന് പറഞ്ഞു. ഈ ഒരു ഹദീസ് എടുത്തു വെച്ചുകൊണ്ട്, ഹദീസ് സഹിയാണ്, എടുത്തു വെച്ചുകൊണ്ടാണ് പറയുന്നത് ഇന്ത്യയിൽ ഇങ്ങനെ പൊട്ടലും ചീറ്റലൊക്കെ നടക്കാൻ കാരണം ഇവരുടെ പ്രമാണങ്ങൾ തന്നെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് വിമർശിക്കുന്ന ആളുകളെ വിമർശനം ഒന്ന് മനസ്സിലാക്കണ്ടേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഏത് കാലത്താണ് പറയുന്നത്? എത്ര വർഷം മുമ്പാണ്? 1400 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഏതാണ്? ചരിത്രം പഠിക്കുന്ന അധ്യാപകരാണല്ലോ നമ്മൾ. അന്ന് ഇന്ത്യ എന്ന് പറയുമ്പോൾ ശ്രീലങ്ക ഇന്ത്യയുടെ ഭാഗമാണ്, തെക്കേയറ്റം. അതേപോലെ തന്നെ കിഴക്കേറ്റം ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഭാഗമാണ്, പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗമാണ്, നേപ്പാൾ ഇന്ത്യയുടെ ഭാഗമാണ്, അഫ്ഗാനിസ്ഥാൻ്റെ വലിയൊരു ഭാഗം ഇന്ത്യയുടെ ഭാഗമാണ്. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഹിന്ദ് എന്ന് പറയുന്നത്. പ്രവാചകന്റെ ആ പ്രവചനം പുലരുകയും ചെയ്തു.